നമസ്കാരം. ഇന്ത്യയുടെ CPI ഇൻഫ്ലേഷൻ ജനുവരി മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫെബ്രുവരി മാസത്തിൽ ഗണ്യമായി ഉയർന്നതും ബ്രന്റ് ക്രൂഡിൻ്റെ വില ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ $100 മുകളിലേക്ക് എത്തിയതും മൂലം നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് പ്രതീക്ഷിക്കാം. ഇന്ത്യയുടെ റിട്ടെയിൽ ഇൻഫ്ലേഷൻ 3.21% ഫെബ്രുവരി മാസത്തിൽ ഉയർന്നിരിക്കുന്നത്. റിട്ടെയിൽ ഇൻഫ്ലേഷൻ ഉയർന്നതിന് പിന്നിലെ പ്രധാന കാരണം ക്ലോത്തിംഗ്, ഫുഡ്, ബിവറേജ്, ഹൗസിംഗ് ആൻഡ് യൂട്ടിലിറ്റി സർവീസ് തുടങ്ങിയ സെക്ടറിലുണ്ടായ വിലവർധനവാണ്. ജനുവരി മാസത്തിൽ ഇന്ത്യയുടെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ CPI ഇൻഫ്ലേഷൻ 2.74% അവിടെ നിന്നും 3.21%ലേക്കാണ് റിട്ടെയിൽ ഇൻഫ്ലേഷൻ ഉയർന്നിരിക്കുന്നത്. ഫുഡ് ഇൻഫ്ലേഷൻ 2.13%-ൽ നിന്നും 3.47%ലേക്കും, ഹൗസിംഗ് ഇൻഫ്ലേഷൻ 2.05%-ൽ നിന്നും 2.12%-ലേക്കും ഉയർന്നിട്ടുണ്ട്. ഗോൾഡ്, സിൽവർ, ഡയമണ്ട്, പ്ലാറ്റിനം ജുവലറി കൂടാതെ ടൊമാറ്റോ, കോളിഫ്ലവർ, കൊപ്ര തുടങ്ങിയവയിലൊക്കെയാണ് ഏറ്റവും ഉയർന്ന ഇൻഫ്ലേഷണറി പ്രഷർ നമ്മൾക്ക് കാണാൻ സാധിച്ചത്. ഇനി ഏറ്റവും ഉയർന്ന ഫുഡ് ഇൻഫ്ലേഷൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലാണ്. ഫുഡ് ഇൻഫ്ലേഷൻ 6.17% ഉയർന്നു. ഫുഡ് ഇൻഫ്ലേഷൻ രണ്ടാമതായി ഏറ്റവും ഉയർന്നിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. ഇനി ബ്രന്റ് ക്രൂഡിൻ്റെ വില $100 പെർ ബാരൽ എന്ന ലെവലിന് മുകളിലേക്ക് ഉയർന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ ആശങ്കയിലാക്കാനുള്ള ഒരു പ്രധാന കാരണമായി പ്രവർത്തിക്കും. ഇൻ്റർനാഷണൽ എനർജി ഏജൻസി 400 മില്യൺ ബാരൽ ഓയിൽ ക്രൂഡിൻ്റെ സപ്ലൈ ഷോർട്ടേജ് പരിഹരിക്കുന്നതിന് വേണ്ടി റിലീസ് ചെയ്തേക്കും എന്നറിയിച്ചിട്ടുണ്ട്. എന്നാലും ഗൾഫ് രാജ്യങ്ങളിലുള്ള ക്രൂഡിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് മാർക്കറ്റിനെ സംബന്ധിക്കുന്ന ഒരു പ്രധാന കൺസേണായി മാറുകയാണ്. ക്രൂഡിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ ക്രൂഡിൻ്റെ വില ഉയരാനും അത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഇൻഫ്ലേഷണറി പ്രഷർ ക്രിയേറ്റ് ചെയ്യാനും കാരണമായേക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റിൽ തുടരുന്ന ഈ ഇടിവ് കണ്ടിന്യൂ ആകാനും മാർക്കറ്റ് ഗ്രാജ്വലി 22,000 എന്ന ലെവൽ വരെ ഇടിയാനും സാധ്യതയുണ്ടെന്ന് പല അനലിസ്റ്റുകളും വാർണിംഗ് നൽകുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കൻ മാർക്കറ്റിൽ നിന്നും വരുന്ന ഇൻപുട്ട് പരിശോധിച്ചാലും നാളെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ക്രൂഡിൻ്റെ വില $100 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൂടാതെ അമേരിക്കൻ ഇൻഡെക്സുകളെല്ലാം ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. ഡോ ജോൺസ് 1.23%, S&P 1.12%, നാസ്ഡാക്ക് 1.38% ഇടിഞ്ഞ് ട്രേഡ് ചെയ്യുന്നു. അമേരിക്കൻ മാർക്കറ്റ് മോശം പെർഫോമൻസ് നടത്തുന്നതിന് പിന്നിലെ പ്രധാന കാരണം മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിരിക്കുന്ന കോൺഫ്ലിക്റ്റിൻ്റെ പശ്ചാത്തലത്തിൽ ക്രൂഡിൻ്റെ വില $100 പെർ ബാരൽ എന്ന ലെവലിലേക്ക് ഉയർന്നതാണ്. ഇവിടെ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള വ്യാപാരത്തെ തടസ്സപ്പെടുത്തുകയും അതുവഴി ലോകത്തെ ആകമാനം ഒരു ഫിനാൻഷ്യൽ സ്ട്രെസ്സിലേക്ക് ഉയർത്തി ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരെ സമ്മർദ്ദം ചെലുത്തുക, അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും എതിരെ സമ്മർദ്ദം ചെലുത്തുക എന്നുള്ള തന്ത്രമാണ് പ്രയോഗിക്കുന്നത്. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിൻ്റെ സുപ്രീം ലീഡറും ഹോർമൂസ് കടലിടുക്ക് റെസ്ട്രിക്റ്റഡ് ആണ് എന്ന് പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ഇതെല്ലാം ഗ്ലോബൽ മാർക്കറ്റിനെ അസ്ഥിരപ്പെടുത്തുന്നു. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചിടുകയാണെങ്കിൽ അത് ക്രൂഡിൻ്റെ വിലയെ $180 പെർ ബാരൽ എന്ന ലെവലിലേക്ക്, അതായത് 2008 ഹയസ്റ്റ് ലെവലിനും മുകളിലേക്ക് ക്രൂഡിൻ്റെ വില ഉയരാൻ സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്.